ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ കയ്യിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഈ ഒരു നെക്ലസ് കണ്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അതിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് പോണത്. ഇതുണ്ടാക്കാൻ നല്ല ഈസി ആട്ടോ. നിങ്ങൾ ഒരു വട്ടം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന്. പിന്നെ നല്ല സ്ട്രോങ്ങും ആണ്. അത് ഞാൻ എന്താ പറയാൻ കാരണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ കളർ കോമ്പിനേഷനിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇത്, റെഡ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന് ആവശ്യമുള്ളത് ക്യാൻവാസിൻ്റെ ക്ലോത്താണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസൊക്കെ കിട്ടുന്ന കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണിക്കടയുണ്ടല്ലോ, അവിടെ നിന്നും ഇത് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് കോളറിനൊക്കെ വയ്ക്കാൻ വേണ്ടി ഈ ഒരു ക്യാൻവാസിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ കോമ്പസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇതുപോലൊരു ബൗൾ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും വരച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഈ ഒരു റൗണ്ടിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കഴുത്തിൽ അതിൻ്റെ ആ ഒരു സൈസിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും ഇത് എങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. ആദ്യം തന്നെ നിങ്ങളൊരു പേപ്പറിൽ ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുത്ത് കഴുത്തിൽ വെച്ച് നോക്കുക. നിങ്ങൾക്ക് പാകമാണോ ചെറുതാണോ വലുതാണോ എന്നൊക്കെ നോക്കി ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്യാൻവാസിൻ്റെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനിതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങും നമ്മളുടെ ഒരു നെക്ലസ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ പുറത്ത് നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് ഈ മാർക്ക് ചെയ്തതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ചുറ്റും നമ്മൾ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഉള്ളിൽ ഒരു റൗണ്ടും കൂടി ഇങ്ങനെ വരച്ചെടുക്കുക. ഇനി ആ വരച്ചതിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ആവശ്യമില്ല, കുറച്ച് സ്പേസിൽ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അത് ഞാനിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉദ്ദേശിക്കണേ എന്നുള്ളത്. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു നെക്ലേസ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുക ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ആദ്യം ക്യാൻവാസിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. ഞാനിവിടെ 1 സെൻറ്റിമീറ്റർ എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മളുടെ നെക്ലേസിന് ഇപ്പോൾ എത്ര വീതി വേണോ അതിനനുസരിച്ച് നമുക്ക് വീതി കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു 1 സെൻറ്റിമീറ്ററിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്യാൻവാസിൻ്റെ ഈ ഒരു കളർ വൈറ്റ് കളറല്ലേ, അപ്പോൾ അത് പുറത്ത് കാണുമ്പോൾ അത്ര രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളിതിൽ ഗോൾഡൻ കളർ പെയിൻറ്റോ അതല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ കളർ പെയിൻറ്റോ അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡിലും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യണത്. 2 സൈഡിലും പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 2 സൈഡിലും പെയിൻറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ചെയിനാണ്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പല വെറൈറ്റീസിലുള്ളത് കാണാനായിട്ട് പറ്റും. പല കളേഴ്സിലുള്ളത് അവൈലബിൾ ആണ്. ഗോൾഡൻ കളർ ഉണ്ട്, മജന്ത, ബ്ലൂ, അങ്ങനെ പല കളേഴ്സിലുള്ളത് അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മീറ്ററിന് 30 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. 1/2 മീറ്റർ 1 മീറ്റർ അങ്ങനെ പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തെടുക്കാനായിട്ട് പോണത്. കാരണം ഇത് എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. ഇതിനെ ഒട്ടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ജെം ഗ്ലൂ യൂസ് ചെയ്യാം, അതുപോലെ ഫാബ്രിക് ഗ്ലൂ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഈ ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഇതുപോലെ തിന്നായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഒട്ടിയിരിക്കും കേട്ടോ. ഇതുപോലെ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ലോങ് ആയിട്ടുള്ള ചെയിൻ ഇല്ല, കാരണം ഞാനിത് വാങ്ങിച്ച് 2 നെക്ലേസ് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അതുപോലെ കുറേ കമ്മലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാലൻസുള്ള കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കാനായിട്ട് പോണത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒട്ടിക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഞാനിങ്ങനെ ഒട്ടിച്ച് വെക്കണത്. നമുക്ക് കൈ വെച്ചിട്ടിങ്ങനെ കറക്റ്റ് ഷേപ്പാക്കി ഒട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ നീക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ചെയിൻ ഒരു വരിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഉള്ളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാലൻസ് വരുന്നത് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക.
നമ്മുടെ സാധാരണ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്ത ഒരു വരി ഒട്ടിച്ചെടുക്കാനായിട്ട് പോവാണ്. ഞാൻ ഇനി ഒട്ടിക്കാൻ പോണത് ഗ്രീൻ കളറാണ്. ഇതുപോലെ തിന്നായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഗ്ലൂ ഇതുപോലെ തിന്നായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്ക് യൂസ് ചെയ്ത് തിന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഗ്ലൂ ഓവറായി പോയാലും കുറച്ച് നന്നാവില്ല. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു വരി ഗ്രീനും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു വീതി മതിയെന്ന് വെച്ചാൽ നമുക്കിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഇനി ഇതിൻ്റെ ചുറ്റും വൈറ്റ് കളർ സ്റ്റോണിൻ്റെ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഞാൻ ഒരു വരി ഗ്രീൻ കളർ സ്റ്റോണിൻ്റെ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ ക്ലോത്ത് കണ്ടില്ലേ, കുറച്ച് ബാലൻസ് ഉണ്ട്. ഇനി എനിക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളത് ചെറിയ ചെറിയ ഗോൾഡൻ കളർ സ്റ്റോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ക്യാൻവാസ് ആവശ്യമില്ലാത്ത കാരണം ഞാൻ കുറച്ചൊന്ന് വീതി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യാൻ അത്ര നന്നായിട്ട് ഇരിക്കില്ല, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റോൺ. നല്ല സ്റ്റോണാണിത്. ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് സമയമെടുക്കും, പക്ഷേ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സ്റ്റോണിൻ്റെ മുക്കാ ഭാഗത്തോളം ഈ ഒരു ക്യാൻവാസിലാണുള്ളത്. ചെറിയൊരു പോർഷൻ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു നെക്ലസിൻ്റെ ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്? വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള ഐപ്പിൻ ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ ബേസിക്കായിട്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരു മെറ്റീരിയൽസിൽ വരുന്ന കാര്യങ്ങളാട്ടോ. അങ്ങനെയുള്ള ഐപ്പിൻ 2 എണ്ണം നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് മേലെയായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഐപ്പിൻ ഒട്ടിച്ചു കൊടുക്കുക. ഐപ്പിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വച്ചിട്ട് വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയായിട്ട് ക്യാൻവാസ് ക്ലോത്തിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിക്കാനായിട്ട് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ജെം ഗ്ലൂ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ച് ഒട്ടിച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഒട്ടിയിരുന്നോളും. ഈ രീതിയിൽ 2 സൈഡിലും നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഒട്ടിച്ചിട്ടുള്ള ആ ക്യാൻവാസിൻ്റെ ക്ലോത്തിലും കൂടി യെല്ലോ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന റിങ് ആണ്. ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഐപ്പിൻ ഒട്ടിച്ചിട്ടില്ലേ, അതിങ്ങനെയാണ് ഉണ്ടാവുക കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഒരു റിങ് കണക്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മുടെ നെക്ലസിൻ്റെ ബാക്ക് ചെയിൻ ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും. അത് കുറച്ച് ഇതിൻ്റെ കൂടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോക്കാക്കി കൊടുക്കുക. ഒരു സൈഡിലപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റേ സൈഡിൽ നമ്മൾ കൊളുത്ത് വാങ്ങിക്കാൻ കിട്ടും. പല ഷേപ്പിലുള്ളത് കിട്ടും. എസ് കൊളുത്തുണ്ട്, അതുപോലെ നോർമലായിട്ടുള്ള കൊളുത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ എസ് ഷേപ്പിലുള്ള കൊളുത്ത് ഈ ഒരു സൈഡിൽ നമ്മുടെ കണക്ട് ചെയ്യുന്ന റിങ് വെച്ചിട്ട് കണക്ട് ചെയ്ത് ലോക്കാക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഇതുപോലുള്ള 2 നെക്ലസ് 1.5 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അവരത് പല ഫംഗ്ഷൻസിനും പട്ടുപാവടയൊക്കെ ഇട്ട് പോകുമ്പോൾ ഇടാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി കളിക്കില്ലേ, അപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്. എന്നിട്ട് ഇതുവരെ അതൊന്ന് പൊട്ടിപ്പോവുക, അതിനൊരു കേടും വന്നിട്ടില്ല. പിന്നെ നമ്മൾ തീരെ കെയർ ചെയ്യാണ്ട് റഫ് യൂസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോൺസ് വെച്ച് ചെയ്യുന്ന ആ സ്റ്റോൺസൊക്കെ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു കേടും വരാതെ കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ ഞാനിന്ന് പോവാണ്, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്